സിംഹങ്ങൾക്ക് ആനയെ വേട്ടയാടാൻ പറ്റുമോ എന്നത് എന്നത്തെയും ഒരു ചോദ്യമാണ്. കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ആന. മാത്രമല്ല അവരുടെ പ്രതിരോധവും പ്രഹരവുമൊക്കെ അതിമാരകമാണ്. സിംഹങ്ങൾക്ക് ഒരുപക്ഷെ അതൊന്നും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നാലും നമ്മൾ ആലോചിക്കും, സിംഹങ്ങൾ ഒരുപാട് ആനയെ വേട്ടയാടുന്ന പിക്ചർ നമ്മൾ കാണാറുണ്ടല്ലോ. അതൊക്കെ എങ്ങനെയായിരിക്കും സിംഹങ്ങൾ വേട്ടയാടുന്നത്? ആലോചനയ്ക്കൊടുവിൽ നമ്മൾ തന്നെ ഒരു സമാധാനം കണ്ടെത്തും. പരിക്ക് പറ്റിയ ആനയോ ചാകാറായ ആനയോ ഒക്കെ ആയിരിക്കും അത്. അല്ലാത്ത പക്ഷം എങ്ങനെയാണ് ഇത്രയും വലിയ ആനയെ ആനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി സിംഹത്തിന് വേട്ടയാടാൻ പറ്റുക? ആനയുടെ കുഞ്ഞിനെ സിംഹം വേട്ടയാടാറുണ്ട്. പലപ്പോഴും കൂട്ടത്തിൽ നിന്നും ദിശ മാറ്റിയാണ് വേട്ടയാടുന്നത്. പക്ഷേ ഒരു മുതിർന്ന ആനയെ സിംഹം വേട്ടയാടുമോ? ഈ വീഡിയോയിലൂടെ നമുക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താം. സിംഹത്തിന്റെ ജീവിതവും മനുഷ്യന്റെ ജീവിതവും തമ്മിൽ ഏറെ സാമ്യതകളുണ്ട്. പ്രതീക്ഷിക്കുന്ന പാറ്റേണിൽ നിന്നും കവിഞ്ഞ് വേറൊരു ജീവിതം ജീവിക്കാനുള്ള സിംഹത്തിന്റെ ത്വരയും ആ ജീവിതം കാഴ്ചവെക്കാനുള്ള അതിന്റെ ശേഷിയും, അതാണ് കഴിഞ്ഞ 40-50 വർഷക്കാലമായി സിംഹത്തെ പഠിക്കുന്നവർ കണ്ടിട്ടുള്ള ഒരു കാര്യം. മനുഷ്യനും അങ്ങനെയാണല്ലോ. ഓരോ മനുഷ്യനും യുണീക്കായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. പരിതസ്ഥിതി ഒന്നാണെങ്കിലും നമുക്ക് പ്രവചിക്കാനാവാത്ത, ഇനി ജീവിക്കുന്ന അയാൾക്ക് പോലും പ്രവചിക്കാനാവാത്ത ഒരു ദിശയിൽ കൂടിയായിരിക്കും പല ജീവിതങ്ങളും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ പഠിച്ചാലും തീരില്ല. ഇതേ ഒരു രീതിയിലുള്ള കാട്ടിലെ മൃഗമാണ് സിംഹം. സിംഹങ്ങളെ പഠിച്ചാലും തീരില്ല. കഴിഞ്ഞ 3-4 വർഷമായി ബോട്സ്വാനയിലെ ചോബെ നാഷണൽ പാർക്കിലെ സിംഹങ്ങൾ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 3-4 വർഷത്തിനുള്ളിൽ ഒരു സിംഹപ്രൈഡ് കൊന്ന ആനകളുടെ എണ്ണം 74 എണ്ണമാണ്. അതും കുട്ടിയാനകളല്ല, മുതിർന്ന ആനകൾ തന്നെ. തങ്ങളുടെ ഇരയായി ആനകളെ വേട്ടയാടുക. ഈ സിംഹപ്രൈഡിന് ഇതെങ്ങനെ സാധിക്കുന്നു എന്നതായി അവരുടെ ആശ്ചര്യം. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുക സാധ്യമല്ല. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ സിംഹങ്ങൾ ആനകളെ വേട്ടയാടാറുള്ളൂ. പക്ഷേ ഇതൊരു സ്ഥിരമായ ഇര എന്ന കണക്കിൽ ആനകളെ സിംഹങ്ങൾ വേട്ടയാടുന്നു. എന്താണ് ഇതിൻ്റെ മോട്ടീവ്? ഇനി ആനകളെല്ലാം ദുർബലന്മാരായി സിംഹത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നതാണോ? പഠനം പ്രോഗ്രസ് ചെയ്തപ്പോൾ മനസ്സിലായത് ഇതൊരു അബദ്ധമല്ല. സിംഹങ്ങൾ ആനകളെ ടാർഗറ്റ് ചെയ്യുകയാണ്, വേട്ടയാടുകയാണ്, കൊല്ലുകയാണ്, തിന്നുകയാണ്. പക്ഷേ എങ്ങനെ? സിംഹങ്ങൾ ആനയെ വേട്ടയാടുമോ എന്നത് ഇന്നും ഒരു ഡിബേറ്റ് ക്വസ്റ്റ്യനാണ്. സിംഹങ്ങളുടെ കൂട്ടം വേട്ടയാടുമെന്ന് ഉത്തരം പറഞ്ഞാലും പല മറു ക്വസ്റ്റ്യനും ഇതിൻ്റെ അനുബന്ധമായി വരും. പല വിശദാംശങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ടിയും വരും. പക്ഷേ ചോബെ നാഷണൽ പാർക്കിലെ സാവൂട്ടി ലയൺ പ്രൈഡ് എന്ന 30 സിംഹങ്ങളടങ്ങുന്ന പ്രൈഡിൻ്റെ ഈ കൃത്യം അതിനെല്ലാമുള്ള ഉത്തരമാണ്. ഇപ്പോൾ അവർ ഓരോ 3 ദിവസത്തിലും മുതിർന്ന ആനയെ വേട്ടയാടുന്നു എന്ന് മാത്രമല്ല, സയന്റിസ്റ്റുകൾ പറയുന്നത് ഇനി അത് അടുത്ത തലമുറയിലേക്കും ജനിതക ഘടന വഴി സഞ്ചരിക്കും. അവിടെ ജനിക്കുന്ന എല്ലാ സിംഹങ്ങളും ഇനി മുതൽ ആനയെ വേട്ടയാടും എന്നാണ്. ഉഗാണ്ടയിലെ ക്വീൻ എലിസബത്ത് പാർക്കിലെ സിംഹങ്ങൾ മരം കയറാൻ പഠിച്ചതുപോലെ ബോട്സ്വാനയിലെ സിംഹങ്ങൾ ആനകളെ വേട്ടയാടാൻ പഠിച്ചു. ആനകളെ ഇനി എങ്ങനെയാണ് സിംഹങ്ങൾ വേട്ടയാടുന്നത് എന്നറിയണമല്ലോ. സിംഹങ്ങൾ കാട്ടിലെ ക്രൂരന്മാരായ വേട്ടക്കാരാണ് എന്നതൊരു സത്യമാണ്. അവർക്ക് ഇന്ന ടാർഗറ്റ് എന്നൊരു വസ്തുതയില്ല. ഇനി ആനയേക്കാളും വലിയ ജീവി കരയിലുണ്ടെങ്കിൽ അവരെയും പിടിച്ച് വേട്ടയാടും സിംഹങ്ങൾ. പരിതസ്ഥിതിയും ആവശ്യങ്ങളുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വേട്ട. ഏത് ബിഗ് ഗെയിമിനും അവർക്ക് ഒരു മടിയുമില്ല. സാധാരണഗതിയിൽ ആനകളെ സിംഹങ്ങൾ വേട്ടയാടില്ല. പക്ഷേ ലയൺസ് ഓഫ് സാവൂട്ടി എന്ന മെഗാപരേഡിലെ സിംഹങ്ങൾ, ആ 30 സിംഹങ്ങൾ ആനകളെ കൃത്യമായും വേട്ടയാടുന്നു. കൂട്ടത്തിലെ ചെറിയ ആനകളെ മാത്രമല്ല, മുതിർന്ന ആനകളെയും അവർ ടാർഗറ്റ് ചെയ്യുന്നു, വിജയകരമായി വേട്ടയാടുന്നു. ഇത് സംഭവിക്കുന്നത് വരണ്ട കാലാവസ്ഥയിലാണ്. മെയ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് സാവൂട്ടി എന്ന നദി ചാനൽ വറ്റുന്നത്. ഈ ഒരു സമയത്ത് നല്ല ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടും. കഴുതപ്പുലികളും ലെപ്പേർഡുകളും ഇതേ ദേശീയ ഉദ്യാനത്തിൽ ഉള്ളതുകൊണ്ട് കടുത്ത മത്സരമാണ് ഇരകൾക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ആർക്കും ടാർഗറ്റ് ചെയ്യാനാവാത്ത ഒരു ദിശയിലേക്ക് സിംഹങ്ങൾ നീങ്ങുന്നു. ഈ 30 സിംഹങ്ങളും ആനകളെ വേട്ടയാടിയാൽ അവർക്ക് 3-4 ദിവസത്തേക്ക് ഭക്ഷണമായി. എന്നാലും വലിയ ആനകളെ കൂട്ടത്തിൽ നിന്നും തെറ്റിച്ചുകൊണ്ട് എങ്ങനെ ഇവർ വേട്ടയാടുന്നു? പല സംഗതികളും സയന്റിസ്റ്റ് നിരീക്ഷിച്ചു. അതിൽ 1-2 പറയാം. അവിടുത്തെ ദേശീയ ഉദ്യാനങ്ങളിൽ ആനകൾക്ക് കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു കൊമ്പ് തേയ്മാനമുണ്ട്. അത്തരം ആനകളുടെ കൊമ്പ് പ്രവർത്തനരഹിതമാണ്, അഥവാ അവ പൊടിഞ്ഞു പോകുന്നത് കൊണ്ട് അതിന് ശക്തിയില്ല. സിംഹങ്ങൾ വേട്ടയിൽ അഗ്രഗണ്യന്മാർ മാത്രമല്ല, നല്ല ബുദ്ധിമാന്മാരും കൂടിയാണ്. ഇത്തരം കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ള ആനകളെ തിരഞ്ഞു കണ്ടുപിടിച്ച് അതിനെ ടാർഗറ്റ് ചെയ്യും നമ്മുടെ ഈ പ്രൈഡ്, അതായത് ലയൺസ് ഓഫ് സാവൂട്ടി എന്ന 30 സിംഹങ്ങൾ അടങ്ങുന്ന ആ മെഗാ പ്രൈഡ്. വരണ്ട കാലാവസ്ഥയായതിനാൽ ആ നദിക്ക് സമീപം ആനകൾ വന്നുകൂടും. വറ്റാറായ ജലസ്രോതസ്സിൽ നിന്നും വെള്ളം കുടിക്കലാണ് പണി.
രാത്രി വരെ സിംഹങ്ങൾ കാത്തിരിക്കും. രാത്രിയിൽ സിംഹങ്ങൾക്ക് നല്ല കാഴ്ചയാണ്, പക്ഷേ പാവം ആനകൾക്ക് കാഴ്ചശക്തി തീരെ കുറവാണ്. പ്രതിരോധം ദുർബലമാകുന്ന ആ സമയത്താണ് സിംഹങ്ങളുടെ ആക്രമണം. നിരീക്ഷകർ പറയുന്നത് ഓരോ സിംഹത്തിനും ഓരോ ചവിട്ടെങ്കിലും കിട്ടും. പക്ഷേ എല്ലാ സിംഹങ്ങളും കൂടി തങ്ങൾക്ക് ആകാവുന്നത് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. നല്ല കടിയേൽപ്പിക്കാനുള്ള തങ്ങളുടെ ശേഷി കൊണ്ട് ആനയെ എല്ലാ സിംഹങ്ങളും കടിക്കും. ആ മെഗാപ്രൈഡിലെ അത്രയും സിംഹങ്ങളുടെ പ്രഹരശേഷി താങ്ങാനാവാതെ ആന വീഴുന്ന ആനയിലേക്ക് കയറി സിംഹങ്ങൾ ഭക്ഷിച്ചു തുടങ്ങും. ഇത്തരത്തിലാണ് ആനയെ അവിടുത്തെ സിംഹങ്ങൾ വേട്ടയാടുന്നത്. മെയ്യിലാണ് അവിടെ വേനൽക്കാലം ആരംഭിക്കുന്നതെങ്കിലും ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ആ കാലയളവ് അതിതീവ്രമായ ചൂടായിരിക്കും അവിടെ. ഈ സമയത്ത് പല ആനകൾക്കും പരിക്ക് പറ്റാം, വെള്ളം കിട്ടാതെ ക്ഷീണിക്കാം, കുഞ്ഞാനകൾ തളർന്നു വീഴാം. ഇത്തരത്തിൽ അവശരായി പോകുന്ന ആനകളും നമ്മുടെ ആ പ്രൈഡിന്റെ ടാർഗറ്റാണ്. പക്ഷേ ആനകൾ എപ്പോഴും കൂട്ടമായിട്ടാണല്ലോ സഞ്ചരിക്കുക. ഈ കൂട്ടത്തിൽ നിന്നും ഒന്നിനെ അടർത്തി മാറ്റി വേട്ടയാടുക എന്നത് അതീവ ബുദ്ധി പ്രയോഗിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അത് ആ പ്രൈഡിലെ സിംഹങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ 74ഓളം ആനകളെ അവർ വേട്ടയാടിയത്. ഈ രണ്ട് മൃഗങ്ങളും തമ്മിലുള്ള വേട്ടയാടലും കൊന്നുതിന്നലും പ്രകൃതിയുടെ ഒരു ക്രമം മാത്രമാണ്. ആ വലിയ ദേശീയോദ്യാനത്തിൽ ആനകൾ 50,000-ന് അടുത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. സസ്യങ്ങളെ തിന്നു തീർക്കുന്നതിൽ നിന്നും ആനകളെ തടയാനായിരിക്കാം സിംഹങ്ങളെ ആനകളിലേക്ക് പ്രകൃതി തിരിച്ചത്. ഇത്തരം ക്രമങ്ങൾ ഇനിയും ഉണ്ടാകാം. സിംഹങ്ങളുടെ കഥയും മാറി മാറി വരാം. ഏതായാലും ആനയെ സിംഹം വേട്ടയാടുക എന്നത് ആകസ്മികതയല്ല, ഒരു സ്വഭാവമാണ് എന്ന് മനസ്സിലായല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും നമസ്കാരം.